നമുക്കെല്ലാവർക്കും അറിയാം, ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡേ ടു ഡേ ജോലിയിലും വരെ. എൻ്റെ പേര് മാത്യു ജോൺ എന്നാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് രാത്രി കിടന്ന് പല പ്രാവശ്യം എഴുന്നേക്കും, ഉറക്കം ശരിയാകുന്നില്ല. ശ്വാസം മുട്ടിയിട്ട് എഴുന്നേക്കുന്നു, ഭയങ്കര വേർത്ത് എഴുന്നേക്കും. അപ്പോൾ അതിൻ്റെ ഇത് കാരണം ഞാനിവിടെ ഡോക്ടർ നിക്കോള മാത്യൂസിനെ കാണാനായിട്ട് വന്നു. ഡോക്ടർ പറഞ്ഞ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ ഒരു സാധനം ആയിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ലീപ്പ് സ്റ്റഡി ചെയ്തു. അപ്പോൾ എന്തോ ഓക്സിജൻ കുറവായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഡോക്ടർ പറഞ്ഞ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എയർ വേ ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ബ്രീത്ത് ചെയ്യാം, അപ്പം മുഴുവനും ഉറങ്ങാൻ പറ്റും പറഞ്ഞു. അപ്പോൾ അത് ഞാനത് കഴിഞ്ഞല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ പ്രൊസീജിയർ ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉറക്കം വളരെ വ്യത്യാസം വന്നു. രാത്രി ഇപ്പോൾ എഴുന്നേക്കുന്നത് ബാത്റൂമിൽ പോകാനായിട്ടല്ലാതെ വേറെ കംഫർട്ടബിളായിട്ട് ഉറങ്ങുന്നു. അതുകൊണ്ട് ജോലി സമയത്ത് ഉച്ച കഴിഞ്ഞിട്ടും അല്ലാതെയൊക്കെ ക്ഷീണവും ഉറക്കവും ഒക്കെ തോന്നിയിരുന്നത് അതും മാറി. ഇപ്പം നടക്കാനായിട്ടും അപ്പം ബ്രീതിങ് തന്നെ കുറച്ചുകൂടെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സിംറ്റംസ് അത് രാത്രി കിടക്കാൻ നേരത്ത് പല പ്രാവശ്യം നമ്മൾ എഴുന്നേക്കുമ്പോൾ എന്തുകൊണ്ടാണ് എഴുന്നേറ്റതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ കംപ്ലീറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് വേർത്തിട്ടുണ്ടാവും, തലയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. അതായിരുന്നു എൻ്റെ സിംറ്റം. അതായിരുന്നു ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ സ്ലീപ്പ് ആപ്നിയ കാരണമാണ്. അല്ലാതെ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഉച്ച കഴിഞ്ഞ് കുറച്ചു നേരം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഉറക്കം വരും. അതിലിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഉറക്കം വരുന്നില്ല. കുറച്ചുകൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാത്തിലും. ഇപ്പോഴും കൂർക്കമ്പൽ കംപ്ലീറ്റ് മാറിയില്ലെങ്കിലും ഇപ്പം നേരെ കിടന്നു കഴിഞ്ഞാൽ സൗണ്ടില്ല. ചിലപ്പോൾ സൈഡ് ചരിഞ്ഞ് കിടന്നാലായിട്ട് സൗണ്ട് വരും. പക്ഷെ എന്നാലും എനിക്കതിൻ്റെ ബ്രീതിങ്ങിൽ വ്യത്യാസമുണ്ട്. രാത്രി എഴുന്നേക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ശല്യമായിട്ടുള്ളത്. അത് മാറി. ഒരു 11 മണിക്ക് കിടന്നിട്ട് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേക്കും, 6 മണി ആകുമ്പോൾ എന്താണേലും എഴുന്നേക്കും. പക്ഷെ എന്നാലും 2-3 പ്രാവശ്യം രാത്രി എഴുന്നേക്കും. ഇതുപോലെ എന്താണ് കാരണമെന്ന് അറിയാൻ പാടാതെ എഴുന്നേക്കും. നോർമലി ഇപ്പം ടോയ്ലറ്റിൽ പോകാനായിട്ടോ അതാ എഴുന്നേക്കും. പക്ഷെ വിതൗട്ട് എനി റീസൺ എന്തുകൊണ്ട് എഴുന്നേറ്റെന്നുള്ള ആ ഇഷ്യൂ മാറി. അതും പിന്നെ പ്ലസ് നമ്മൾ നടക്കുമ്പോഴൊക്കെ ആ ബ്രീതിങ് കുറേ കൂടെ ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പ്ലസ് ഉച്ച കഴിഞ്ഞിട്ട് ഉള്ള റാൻഡമായിട്ട് വെറുതെ 10 മിനിറ്റ് ഇരുന്നാൽ നമുക്കിപ്പോൾ ഉറക്കം വരുന്നില്ല. മുമ്പേ അങ്ങനെയല്ല. ഉച്ചയൊക്കെ കഴിയാൻ, എസ്പെഷ്യലി ഉച്ച കഴിയാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഉറക്കം വരും. എന്തെങ്കിലും ഇൻറ്റൻസ് ആക്ടിവിറ്റി ചെയ്യില്ലെങ്കിൽ അപ്പം നമ്മൾ ഉറങ്ങാനായിട്ട് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതില്ല. അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെയ്യുന്ന നമ്മുടെ ജോലിയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട്. എനിക്ക് CPAP മെഷീൻ വെച്ചിട്ട് എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഉറങ്ങാൻ പറ്റുന്നില്ല. അത് കഴിയാതെ അത് സൈഡിൽ നിന്ന് മാസ്ക് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് കുറേ എയർ പമ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുന്നേക്കും. അപ്പോൾ അത് കിടന്നിട്ട് ഇതിലും വെറുതെ അതില്ലാതെ കിടക്കുന്നതിനെല്ലാം കൂടുതൽ പ്രാവശ്യം അത് വെച്ച് കഴിയുമ്പോൾ ഞാൻ എഴുന്നേക്കുന്നു. അപ്പോൾ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഡോക്ടറെ അടുത്ത് വന്ന് വേറെ ഈ എയർവേയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, സർജിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അങ്ങനെ വന്ന് ചെയ്തതാണ്. നമ്മൾ വിചാരിക്കുന്ന അത്രയും ഇതെല്ലാം ഞാൻ ഇച്ചിരി പേടിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 3 ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു വിതിൻ 15-20 ഡേയ്സ് ഞാൻ വർക്ക് ജോയിൻ ചെയ്ത് എല്ലാം ബാക്ക് ടു നോർമലായി.